ഷെർലക് ഹോംസ് സ്റ്റോറി കോപ്പർ ബീച്ചസ് ഭാഗം 6. മിസ്റ്റർ ഹോംസ്, ഞാൻ എൻ്റെ സാഹസങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിലൊക്കെ ഉപരി ഞാനിനി എന്തു ചെയ്യണം? അസാധാരണമായ ഈ കഥ കേട്ട് ഞാനും ഹോംസും സ്തബ്ധരായിരുന്നു. എൻ്റെ സ്നേഹിതൻ എഴുന്നേറ്റ് ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൈകൾ പോക്കറ്റിലിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് അപ്പോഴും തികഞ്ഞ ഗൗരവമായിരുന്നു. ടോളർ ഇപ്പോഴും കുടിച്ചിരിക്കുകയാണോ? അദ്ദേഹം ചോദിച്ചു. അതെ ഹോംസ്, അയാളെ കൊണ്ടൊന്നും വയ്യെന്ന് അയാളുടെ ഭാര്യ മിസ്സിസ് റൂക്കാസിലിനോട് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊള്ളാം, റൂക്കാസിലും ഭാര്യയും ഇന്ന് രാത്രി പുറത്തു പോകും. ഉവ് ഹോംസ്, നല്ല പൂട്ടുള്ള മുറി അവിടെയുണ്ടോ? ഉവ്, വൈൻ വയ്ക്കുന്ന മുറി. ഇക്കാര്യത്തിൽ എല്ലായ്പ്പോഴും ധൈര്യവും വിവേകവുമുള്ള ഒരാളായി നിങ്ങൾ പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നു മിസ്റ്റർ ഹണ്ടർ. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാമെന്ന് തോന്നുന്നുവോ? തികച്ചും അസാധാരണമായ സ്ത്രീയല്ല നിങ്ങളെന്ന് ഞാൻ കരുതിയില്ലെങ്കിൽ ഞാനിത് നിങ്ങളോട് ചോദിക്കുമായിരുന്നില്ല. ഞാൻ ശ്രമിക്കാം ഹോംസ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാനും എൻ്റെ സുഹൃത്തും കോപ്പർ ബീച്ചസിൽ 7 മണിയോടെ എത്താം. ആ സമയത്തേക്ക് റൂക്കാസിൽമാർ പുറത്തു പോയിട്ടുണ്ടാവും. ടോളർ കുടിച്ച് ബോധം കെട്ടിട്ടുമുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിസ്സിസ് ടോളർ മാത്രമേ ഉണ്ടാവൂ. അവർ സംഭ്രമിച്ചേക്കാം. അവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മുറിയിലാക്കി അടച്ചാൽ കാര്യങ്ങളെല്ലാം ഭംഗിയാവും. ഞാനത് ചെയ്യാം ഹോംസ്. നന്നായി. എന്നാൽ ഇക്കാര്യം മുഴുവൻ ഞങ്ങൾ നോക്കാം. തീർച്ചയായും സാധ്യമായ ഒരു വിശദീകരണം മാത്രമേ ഉള്ളൂ. നിങ്ങളെ അവിടെ കൊണ്ടുചെന്നിരിക്കുന്നത് മറ്റാരെയോ അനുകരിക്കാനാണ്. യഥാർത്ഥത്തിൽ ആൾ ആ മുറിയിൽ തടങ്കലിലാണ്. ഇത് വ്യക്തമാണ്. അതാരാണെന്ന് ചോദിച്ചാൽ അയാളുടെ മകൾ മിസ് ആലീസ് റൂക്കാസിൽ ആണെന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവൾ അമേരിക്കയിൽ പോയിരിക്കുകയാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ഉയരം, ആകാരം, തലമുടിയുടെ നിറം ഇവയിലൊക്കെ അവളെപ്പോലെ സാദൃശ്യമുള്ളതിനാലാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. മിക്കവാറും ഏതോ അസുഖം കൊണ്ട് അവളുടെ മുടി മുറിച്ചു മാറ്റിയിരിക്കുന്നതിനാലാണ് നിങ്ങളുടെയും മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അസാധാരണ ഭാഗ്യം കൊണ്ട് അവളുടെ തലമുടി മുറിച്ചു വച്ചിരുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. വഴിയിൽ നിന്ന് ആ മനുഷ്യൻ അവളുടെ ഏതോ കൂട്ടുകാരനാവണം. മിക്കവാറും അവളുടെ പ്രതിശ്രുത വരനാവാം. ആ പെണ്ണിൻ്റെ വസ്ത്രം ധരിക്കുകയും അവളെപ്പോലെ തന്നെ ഇരുന്ന് അവൻ കാണുമ്പോഴൊക്കെ ചിരിക്കുകയും പിന്നെ ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ മിസ് ആലീസ് പൂർണ്ണ സന്തോഷവതിയാണെന്നും തൻ്റെ ശ്രദ്ധയിനെ അവൾ അഭിലഷിക്കുന്നില്ലെന്നും അവനെ വിശ്വസിപ്പിക്കാനായിരുന്നു ആ ശ്രമം. അവളുമായി സമ്പർക്കം പുലർത്താൻ അവൻ ശ്രമിക്കാതിരിക്കാനാണ് പട്ടിയെ രാത്രി അഴിച്ചുവിടുന്നത്. ഇത്രയും തികച്ചും വ്യക്തമാണ്. പിന്നെ ആ കുട്ടിയുടെ പെരുമാറ്റമാണ് ഈ കേസിൽ ഏറ്റവും ഗൗരവം അർഹിക്കുന്ന വസ്തുത. അതിനെന്താണ് പ്രസക്തി ഹോംസ്? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. എൻ്റെ പ്രിയ വാട്സൺ, മാതാപിതാക്കളെ പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിയുടെ സ്വഭാവത്തിലെ സവിശേഷതകളിലേക്ക് വെളിച്ചം ലഭിക്കുമെന്ന് വൈദ്യശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ പ്രതിനിയമവും അത്ര തന്നെ സാധുവാണെന്നും വിചാരിക്കുന്നില്ലേ? കുട്ടികളെ പഠിച്ചാണ് ഞാൻ മാതാപിതാക്കളുടെ സ്വഭാവം ശരിക്കും ഗ്രഹിക്കുന്നത്. ഈ കുട്ടിയുടെ സ്വഭാവം അസാധാരണമാം വിധം ക്രൂരമാണ്. അതും ക്രൂരതയ്ക്ക് വേണ്ടി മാത്രമുള്ള ക്രൂരത. പ്രസന്നവദനായ അവൻ്റെ അച്ഛനിൽ നിന്നാണോ ശോകാകുലയായ അമ്മയിൽ നിന്നാണോ അത് എന്ന് ഞാൻ സംശയിക്കുന്നു. എവിടെ നിന്നായാലും ശരി, അവരുടെ കീഴിലിരിക്കുന്ന ആ പാവം പെണ്ണിൻ്റെ കഷ്ടകാലമാണ്. മിസ് ഹണ്ടർ പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, തീർച്ചയായും നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങൾ സൂചിപ്പിക്കുന്നത് ശരിയാണെന്ന് തെളിയിക്കാവുന്ന 1000 കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഓ, ആ പാവം പെണ്ണിനെ സഹായിക്കാൻ നാം ഇനിയും ഒരു നിമിഷവും പാഴാക്കരുത്. നാം ജാഗരൂകരായിരിക്കണം. കാരണം വളരെ തന്ത്രശാലിയായ ഒരുത്തനുമായാണ് നാം ഇടപെടുന്നത്. 7 മണി വരെ നമുക്കൊന്നും ചെയ്യാനാവില്ല. ആ സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ അടുത്തെത്തിയിരിക്കും. അധികം വൈകാതെ നമുക്ക് ആ രഹസ്യം അനാവരണം ചെയ്യാം, ഹോംസ് പറഞ്ഞു. ഞങ്ങൾക്ക് വാക്ക് പാലിക്കാനൊത്തു. കാരണം ഞങ്ങളുടെ ചെറിയ വണ്ടി വഴിയരികിലുള്ള ഒരു പൊതുസത്രത്തിൽ കൊണ്ടുചെന്നിട്ട ശേഷം കൃത്യം 7-ന് തന്നെ കോപ്പർ ബീച്ചസിലെത്തി. അസ്തമയ സൂര്യൻ്റെ പ്രകാശത്തിൽ തേച്ചുമിനുക്കിയ ലോഹം പോലെ തിളങ്ങിയിരുന്ന കറുത്ത ഇലകൾ നിറഞ്ഞ ഒരു കൂട്ടം മരങ്ങൾ വീട് അതുതന്നെ എന്ന് തെളിയിച്ചു. മിസ് ഹണ്ടർ ചിരിച്ചുകൊണ്ട് വാതിക്കൽ നിന്നിരുന്നു. നിങ്ങൾ അത് ചെയ്തോ? ഹോംസ് ചോദിച്ചു.
താഴെ എവിടെ നിന്നോ ആരോ തട്ടി വിളിക്കുന്ന വലിയൊരു ശബ്ദം കേട്ടു. അത് വീഞ്ഞുമുറിയിൽ നിന്നും മിസ്സിസ് ടോളറാണ്. അവളുടെ ഭർത്താവ് അടുക്കളയിൽ സുരക്ഷിതമായി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. ഇതാ മിസ്റ്റർ റൂക്കാസിലിന്റെ ഇരട്ടത്താക്കോലുകൾ, അവൾ പറഞ്ഞു. നിങ്ങൾ നന്നായി തന്നെ പ്രവർത്തിച്ചു, ഉത്സാഹത്തോടെ ഹോംസ് പറഞ്ഞു. ഇനി വഴി കാണിക്കൂ, നമുക്ക് ആ ഇരുണ്ട ഇടപാടുകൾ ഉടനെ തന്നെ അവസാനിപ്പിക്കണം. ഞങ്ങൾ കോണി കയറി വാതിൽ തുറന്നു ഒരു ഇടനാഴി കടന്ന് മിസ് ഹണ്ടർ വിവരിച്ച തടങ്കൽ മുറിയുടെ മുന്നിലെത്തി. ചരട് മുറിച്ച് ഹോംസ് വിലങ്ങനെയുള്ള കമ്പി നീക്കി. പിന്നീട് പല താക്കോലുകൾ താഴിലിട്ട് നോക്കിയെങ്കിലും ഒന്നും ഫലിച്ചില്ല. ഉള്ളിൽ നിന്നും ഒരു ശബ്ദവും കേട്ടില്ല. ആ നിശബ്ദതയിൽ ഹോംസിന്റെ മുഖം ഇരുണ്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ വളരെ വൈകിയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. വാട്സൺ, ഇനി ചുമൽ വെച്ച് തള്ളിക്കോളൂ. നമുക്ക് അകത്തേക്ക് കടക്കാവോ എന്ന് നോക്കാം. അതൊരു ബലം കുറഞ്ഞ കതകായിരുന്നു. ഞങ്ങളുടെ ഒന്നിച്ചുള്ള ശക്തിക്ക് മുമ്പിൽ അത് പൊളിഞ്ഞു. ഒരുമിച്ച് ഞങ്ങൾ മുറിയിലേക്ക് പാഞ്ഞു. പക്ഷേ അത് കാലിയായിരുന്നു. ഒരു ചെറിയ കിടക്കയും ഒരു കൊച്ചു മേശയും ഒരു കൊട്ട നിറയെ തുണിയും മാത്രം. മുകളിൽ ആകാശം തുറസായിരുന്നു. തടവ് പുള്ളി പോയി കഴിഞ്ഞിരുന്നു. ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട്, ഹോംസ് പറഞ്ഞു. മിസ്റ്റർ റൂക്കാസൽ മിസ് ഹണ്ടറുടെ ഉദ്ദേശങ്ങൾ ഊഹിച്ചിട്ടുണ്ട്. പ്രതിയെ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു. എങ്ങനെ ഹോംസ്? നാട്ടുവെളിച്ചത്തിൽ അയാളതെങ്ങനെ ഒപ്പിച്ചുവെന്ന് നമുക്ക് വേഗം കാണാം. അദ്ദേഹം തട്ടിൻ മുകളിലേക്ക് തൂങ്ങിക്കയറി. ആ ശരി, അദ്ദേഹം പറഞ്ഞു. മോന്തായത്തിനെതിരെയുള്ള നീണ്ട കനം കുറഞ്ഞ കോണിയുടെ അറ്റം ഇവിടെയാണ്. അങ്ങനെയാണ് അയാൾ അത് ചെയ്തത്, മിസ് ഹണ്ടർ പറഞ്ഞു. പക്ഷേ അത് അസാധ്യമാണ്. റൂക്കാസിൽമാർ പോയപ്പോൾ ആ കോണി അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ മടങ്ങി വന്ന് അത് ചെയ്തു. അയാൾ സൂത്രശാലിയാണ്, കൂടാതെ അപകടകാരിയും, ഹോംസ് പറഞ്ഞു. ഇപ്പോൾ കോണിപ്പടിയിൽ കേൾക്കുന്ന കാൽപെരുമാറ്റം അയാളുടേതാണെങ്കിൽ എനിക്കതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല വാട്സൺ. കൈത്തോക്കെടുക്കൂ, റെഡിയായിക്കൊള്ളൂ. അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞില്ല. അതിനു മുമ്പേ വാതിക്കൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. തടിച്ചു കൊഴുത്ത ഒരുത്തൻ. അയാളുടെ കയ്യിൽ കനത്ത വടിയുണ്ടായിരുന്നു. അയാളെ കണ്ടയുടനെ മിസ് ഹണ്ടർ ഭയാക്രാന്തയായി ചുമരിലേക്ക് ചേർന്ന് നിന്നു. എന്നാൽ ഷെർലക് ഹോംസ് കുതിച്ച് അയാളെ തടഞ്ഞു. എടോ ദുഷ്ട, എവിടെ നിന്റെ മകൾ? ഹോംസ് ചോദിച്ചു. തടിയൻ ചുറ്റുമൊന്ന് നോക്കി. എന്നിട്ട് മുകളിൽ തുറസായ നാട്ടുവെളിച്ചത്തിലേക്കും. ഞാനാണ് അത് ചോദിക്കേണ്ടത്, കള്ളന്മാരെ, അയാൾ ആക്രോശിച്ചു. ചാരന്മാർ, കള്ളന്മാർ, നിങ്ങൾ എൻ്റെ പിടിയിലാണ്. ഞാൻ കാണിച്ചു തരാം. അയാൾ പിന്തിരിഞ്ഞു. ആവുന്നത്ര വേഗം പടികൾ ഇറങ്ങി. അയാൾ പട്ടിയെ അടിച്ചുവിടാനാണ് പോയത്. മിസ് ഹണ്ടർ, പേടിക്കാതെ, എൻ്റെ കയ്യിൽ തോക്കുണ്ട്, ഞാൻ പറഞ്ഞു. മുമ്പിലത്തെ വാതിലടക്കുകയായിരിക്കും ഭേദം, ഹോംസ് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പടികൾ ഇറങ്ങി. തളത്തിൽ ഞങ്ങൾ എത്തിയതേയുള്ളൂ. പട്ടിയുടെ കുരയും പ്രാണവേദനയോട് കൂടിയ ഒരു കരച്ചിലും കേട്ടു. ആ കരച്ചിലിന്റെ സ്വരം കേൾക്കുക ഭയാനകവും ദുസ്സഹവുമായിരുന്നു. അപ്പോഴാണ് ടോളർ വീടിന്റെ ഒരു വാതിലിൽ കൂടെ വേച്ച് വേച്ച് പുറത്തേക്ക് വന്നത്. എന്നിട്ട് അയാൾ ആക്രോശിച്ചു. ദൈവമേ, ആരോ പട്ടിയെ അഴിച്ചുവിട്ടു. 2 ദിവസമായി അത് പട്ടിണിയാണ്. വേഗം വേഗം, അല്ലെങ്കിൽ ആരെയായാലും ആ പട്ടി ആക്രമിക്കും. ഞാനും ഹോംസും പുറത്തേക്ക് വീടിന്റെ മൂലയിലേക്ക് പാഞ്ഞു. ടോളർ ഞങ്ങളുടെ പിന്നിലും. അവിടെ വിശന്നു പൊരിഞ്ഞ ഒരു കൂറ്റൻ നായയുണ്ടായിരുന്നു. അതിൻ്റെ കറുത്ത മോന്ത റൂക്കാസിലിന്റെ കഴുത്തിലും. റൂക്കാസിൽ നിലത്ത് വീണ് ഉരുണ്ട് ഉറക്കെ കരഞ്ഞു. ഓടിയെത്തി ഞാൻ അതിന്റെ തലയെ ലക്ഷ്യമാക്കി നിറയൊഴിച്ചു. അത് മറിഞ്ഞു വീണു. ജീവൻ ഉണ്ടായിരുന്നുവെങ്കിലും അയാളുടെ ശരീരം കൊത്തി അരിയപ്പെട്ടതുപോലെ മുറിവേറ്റിരുന്നു. സ്വീകരണ മുറിയിലെ സോഫയിൽ അയാളെ കിടത്തി. എന്നിട്ട് വിവരം അയാളുടെ ഭാര്യയെ അറിയിക്കാൻ ടോളറെ അയച്ചു.